പ്രായമെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിലല്ലേ വഫാത്തായി പോയത്? ഒരൽപ്പം വയസ്സായിട്ടല്ലേ വഫാത്തായി പോയത്? ഒരുപാട് സ്വഹാബികൾ ഒരുപാട് പ്രായമായിട്ട് വഫാത്തായി പോയില്ലേ? പക്ഷേ സ്വഹാബികളിൽ ഒരാളും തന്നെ പ്രായമാകുന്നതിനനുസരിച്ച് തന്റെ താടി വെളുത്തുപോയ താടിയോ വെളുത്തുപോയ തലമുടിയോ കറുപ്പ് കൊണ്ട് അലങ്കരിച്ചിട്ടില്ല. ചായം കൊടുത്തത് മൈലാഞ്ചിയോ മഞ്ഞയോ ചുവപ്പോ കളറുകൾ മൂലമാണ്. ഇസ്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തല നരച്ച ചായം കൊടുക്കാൻ അവകാശം നൽകുന്നുണ്ട്. കളർ മാറ്റാൻ. ഏത് കളറുകൊണ്ടാ മാറ്റേണ്ടത്? കറുപ്പുകൊണ്ടല്ല, ബാക്കിയുള്ള കളറുകൊണ്ടാണ്. ഒക്കെ ഞങ്ങൾ പ്രായം കൂടുന്തോറും സ്വാഭാവികമാണ് തലനിരകൾ. ചിലർക്കത് ചെറുപ്പത്തിൽ തന്നെ നരക്കാം. എനിക്കൊക്കെ ചെറുതായിട്ട് നരച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹം. അധികമൊന്നും ഉണ്ടാവില്ല റഷീദേ, അധികമൊന്നും ഉണ്ടാവില്ല റഹ്മാനെ, അധികമൊന്നും ഉണ്ടാവില്ല ഫാത്തിമ, വല്ലാതെ ഒന്നുമില്ല, അതാ നരച്ചു തുടങ്ങിയിരിക്കണം. പ്രായം റിവേഴ്സ് ഗിയറില്ല. ഇനി അധികമൊന്നും ഉണ്ടാവില്ല. കവർ വെട്ടി ഒഴുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി കവറിൽ പുഴുക്കൾ റെഡിയാണ്, നീ മാത്രം റെഡിയായ മതി. അല്ലാഹു അക്ബർ. പക്ഷേ പ്രായത്തിന്റെ ആദരവ് നഷ്ടപ്പെടും വിധം ചിലരാ നിര കറുപ്പിച്ചു പോണോ? തല നിരച്ച ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ആദരവാണ്, ഒരു ബഹുമാനമാണ്. അള്ളാന്റെ നബി തിരുമേനി പറഞ്ഞുപോയി, ആ തല നരച്ചതിന് നിങ്ങൾ ചായം കൊടുക്കണേ, പക്ഷേ കറുപ്പ് നിങ്ങൾ ഒഴിവാക്കണേ. നിങ്ങളുടെ ആദരവ് നഷ്ടപ്പെടും വിധം നിങ്ങൾ ചെറുപ്പക്കാരെ പോലെ കറുപ്പ് പോയിച്ചല്ല. ചിലരൊക്കെ കാണാ മീശ ഉണ്ടാവും, വല്ല സിനിമാ നടന്മാരുമാതിരി കട്ടി മീശ, അത് മുഴുവനോട് പെയിന്റ് അടിച്ചിട്ടുണ്ടോ കറുത്തിട്ട്. അത് കാണാൻ ഉള്ളിൽ വേറെ തന്നെ കാണാം. എങ്ങനെ അറിയും? അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞറിയോ, കാലാവസാനത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രാവുകളുടെ മേട പോലെ, പ്രാവുകളുടെ മേഘ പോലെ കറുപ്പ് വർണ്ണം കൊടുക്കുന്നവരായിരിക്കും. എന്താ പ്രാവുകളുടെ മേട പോലെ? പുറത്തൊക്കെ കറുത്തിട്ടും അതിന്റെ ഉള്ളിൽ കുറ്റി വെളുത്തിട്ടും ആണല്ലോ. മുടി ഇങ്ങനെ ഉള്ളു തുറന്നു നോക്കിയാൽ ഉള്ളു നരച്ചിട്ട് പുറത്ത് കറുത്തിട്ട്, പ്രാവുകളുടെ മേട പോലെ. എന്നിട്ട് അല്ലാഹുവിന്റെ നബി തിരുമേനി പറഞ്ഞു പോവുകയാ, കറുപ്പ് നിറത്തിലുള്ള ചായം കൊടുക്കുന്നവരെ ഏതൊരു ഫാൻസി കടയിലും വാങ്ങാൻ കിട്ടുന്നതാ. എന്നിട്ട് അത് പൂശുന്നവരെ കല്യാണത്തിന് പോകുമ്പോ ആലോചിക്കേണ്ടതുണ്ട്. അവര് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ലെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ സയ്യിദുനാ വഹബീബുനാ വശഫീഉനാ വറഹ്മത്തുൽ ലിൽ ആലമീൻ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവത്തിലാണ് നബി തിരുമേനി പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് എന്താ പഠിപ്പിച്ചത്? മുടി കറുപ്പിക്കല് ഹറാമാണ്. എന്നാൽ അധികം ആളുകൾക്ക് അതറിയില്ല. പക്ഷേ മുടി നമുക്ക് എന്ത് ചെയ്യാം? ചായം കൊടുക്കാം. മൈലാഞ്ചി, മഞ്ഞ, ചുവപ്പ്, ബ്രൗൺ എന്നിങ്ങനെയുള്ള കളർ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം? ചായം കൊടുക്കാം. കറുപ്പ് പാടില്ല റസൂലുള്ളാഹി. സ്ത്രീകളെ നിങ്ങൾക്കും അത് അനുവദനീയാണ്, കറുപ്പ് പാടില്ല.